Hi all, this is Abhay from Prepwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ടു Prepwise UG+. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ടാർഗറ്റ് CUET 2024 ഭാഗമായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എക്കണോമിക്സ് PG എൻട്രൻസിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനൊക്കെ മുമ്പായിട്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് മുഹമ്മദ് അൻഫാസ്. ഞാനിവിടെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് ട്രിവാൻഡ്രത്ത് PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്തരത്തില് നിങ്ങളുടെയും പല ആളുകളുടെയൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുന്ന മോഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് Prepwise UG+ ഇവിടെ ആ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്കായിട്ടുള്ളത്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, നോട്ടുകൾ, അതുപോലെ മോക്ക് ടെസ്റ്റുകളെല്ലാം അവൈലബിൾ ആണ്. അതിന് കൂടുതൽ ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. സോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പം നമുക്ക് നേരെ കഴിഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന എക്കണോമിക്സ് PG എൻട്രൻസ് ടെസ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. എക്കണോമിക്സിൽ ഫസ്റ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടോബിൻ ക്യൂ റേഷ്യോ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ടോബിൻ ക്യൂ റേഷ്യോ റെഫേഴ്സ് ടു വാട്ട് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അതിന് 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. ദ റേഷ്യോ ഓഫ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേംസ് അസെറ്റ് ടു ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിംഗ് ദോസ് അസെറ്റ്, ദ റേഷ്യോ ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിംഗ് ടു ദ മാർക്കറ്റ് വാല്യൂ ഓഫ് അസെറ്റ്, മൂന്നാമതായിട്ടുള്ള ഓപ്ഷൻ the ratio of profit before taxes to the market value of firm's asset, നാലാമതായിട്ടുള്ളത് the ratio of profit before taxes to the cost of producing those asset. ഈ 4 ഓപ്ഷനിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വന്നത് ഓപ്ഷൻ 1 ആണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ടോബിൻ ക്യൂ റേഷ്യോയുടെ ഫോർമുല തന്നെയാണ്. ഫോർമുല പറയുന്നത് ഇത്ര മാത്രമാണ്: മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേംസ് അസെറ്റ് ഡിവൈഡഡ് ബൈ റീപ്ലേസ്മെന്റ് കോസ്റ്റ് ഓഫ് ഫേംസ് അസെറ്റ് എന്നുള്ളതാണ് നമ്മളുടെ ടോബിൻ ക്യൂ റേഷ്യോയുടെ അതിന്റെ ഫോർമുല. അപ്പം ഈ ഒരു ഫോർമുലയായിട്ട് ഏറ്റവും മാച്ച് ആവുന്നത് നമ്മളുടെ ഓപ്ഷൻ 1 ആണ്. കാരണം നോക്കിയാൽ അറിയാം, ദ റേഷ്യോ ഓഫ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേംസ് അസെറ്റ് ടു ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിംഗ് ദോസ് അസെറ്റ്. ഇത് തന്നെയാണ് എന്ത് കോസ്റ്റ് ഓഫ് റീപ്ലേസ്മെന്റ് കോസ്റ്റ് ഓഫ് അസെറ്റ് എന്ന് പറയുന്നത്. അഥവാ ആ ഒരു അസെറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട അല്ലെങ്കിൽ അതിനെ മാറ്റാൻ വേണ്ടതായിട്ടുള്ള കോസ്റ്റ് എത്രയാണെന്നുള്ളത്. സോ നമ്മളുടെ ഉത്തരം വന്നത് ഓപ്ഷൻ 1 ആണ്. അതുപോലെ ടോബിൻ ക്യൂ റേഷ്യോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടോബിൻ ക്യൂ റേഷ്യോ ഈ ബിസിനസ്സുകൾ അല്ലെങ്കിൽ ഓരോ ഫേംസ് ഒക്കെ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് കൺസൾട്ട് ചെയ്യുന്നത് ഈ ഒരു ടോബിൻ ക്യൂ റേഷ്യോ ആണ്. ഈ ടോബിൻ ക്യൂ റേഷ്യോയുടെ അനുസരിച്ചിട്ടാണ് ഒരു ഫേം പുതിയ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യണോ അല്ലെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കാറുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഇൻ ദ ഷോർട്ട് റൺ പ്രൈസിംഗ് പാർട്ട് ഓഫ് മാർജിനൽ കോസ്റ്റ് കർവ് ഈസ് ഡ്യൂ ടു ദ ഡിമിനിഷിംഗ് മാർജിനൽ പ്രോഡക്റ്റ് എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇൻ ദ ഷോർട്ട് റൺ ദ ഫാളിംഗ് പാർട്ട് ഓഫ് മാർജിനൽ കോസ്റ്റ് ഇംപ്ലൈസ് എക്സിസ്റ്റൻസ് ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രോഡക്റ്റ് എന്നുള്ളതാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പം ഇതിനെ കുറിച്ചൊന്നും അറിയാതെ തന്നെ ഈ ഒരു ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ നമുക്ക് ഇതിലെ 1-2 ഓപ്ഷൻസ് നമുക്ക് വെട്ടിക്കളയാൻ പറ്റും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 2 സ്റ്റേറ്റ്മെന്റും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രഡിക്ടറി ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് മാർജിനൽ കോസ്റ്റ് കർവ് അപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് റൈസ് ചെയ്യുന്നത് ഡിമിനിഷിംഗ് മാർജിനൽ പ്രോഡക്റ്റ് കൊണ്ടാണെന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പറയുന്നത്. അഥവാ മാർജിനൽ കോസ്റ്റ് കർവ് ഫോളോ ചെയ്യുന്നത് ഡിമിനിഷിംഗ് മാർജിനൽ പ്രോഡക്റ്റ് കൊണ്ട് എന്നാണ് പറയുന്നത്. സോ രണ്ടും കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം ഒരു കാര്യം ഉറപ്പാണെന്ത്, ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ശരിയായിട്ടുണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ നമുക്ക് ഫസ്റ്റ് വെട്ടിക്കളയാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബാക്കി 3 ഓപ്ഷൻസ് ആണ്. അതിൽ ഏതാ കറക്റ്റ് എന്നുള്ളത് നോക്കാം. ഇവിടെ നമ്മളുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3 വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മാർജിനൽ കോസ്റ്റ് കർവ് ഇതാണ് മാർജിനൽ കോസ്റ്റ് കർവ്. ഈ ഒരു മാർജിനൽ കോസ്റ്റ് കർവ് അപ്പ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് റൈസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഡിമിനിഷിംഗ് മാർജിനൽ റിട്ടേൺ ആണ്. അഥവാ ഒരു പോയിന്റിൽ കൂടുതൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളുടെ ഡിമിനിഷിംഗ് മാർജിനൽ റിട്ടേൺ ആണ് അതിൽ നിന്ന് കിട്ടുക. അപ്പം ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, നമ്മളുടെ മാർജിനൽ കോസ്റ്റ് ഹൈ ആവും എന്നുള്ളതാണ്.
The rising portion of MCOM in the short run is a result of diminishing marginal return. It indicates that a firm increases production beyond certain point in the short run, it becomes less efficient and the cost of production per unit rises. So ഇതാണ് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ അത്യാവശ്യം റിലേറ്റീവ്ലി സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ കോറിലേഷൻ അനാലിസിസ് വി മെഷർ ദ, അഥവാ കോറിലേഷൻ അനാലിസിസ് കൊണ്ട് നമ്മൾ എന്താണ് മെഷർ ചെയ്യുന്നത് എന്നാണ് നമ്മളുടെ ചോദ്യം വന്നിട്ടുള്ളത്. അതിൽ അവർ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് ഡിഗ്രി ഓഫ് ലീനിയർ അസോസിയേഷൻ ബിറ്റ്വീൻ 2 വേരിയബിൾ എന്നുള്ളതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് ഡിഗ്രി ഓഫ് കോസേഷൻ ബിറ്റ്വീൻ 2 വേരിയബിൾ. മൂന്നാമത് പറയുന്നത് പ്രഡിക്റ്റബിലിറ്റി ഓഫ് ടു വേരിയബിൾസ്. നാലാമത് പറയുന്നത് റിഗ്രഷൻ ബിറ്റ്വീൻ 2 വേരിയബിൾസ് എന്നുള്ളതാണ്. നമുക്കറിയാം ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കോറിലേഷൻ അനാലിസിസ് എല്ലാ സമയത്തും 2 വേരിയബിൾസ് തമ്മിലുള്ള അസോസിയേഷൻ അല്ലെങ്കിൽ അതിന്റെ റിലേഷൻ എന്താന്നുള്ളത് മാത്രം പറയാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പം അതൊരിക്കലും ഒന്ന് മറ്റൊന്നിനെ കാരണമാകും എന്നുള്ളത് പറയില്ല. അഥവാ അത് തമ്മിലുള്ള കോസേഷൻസ് ഒരിക്കലും കോറിലേഷൻ വഴി നമുക്ക് കിട്ടില്ല. നമുക്ക് ആകെ കിട്ടുക വെച്ചാൽ 2 വേരിയബിൾസ്, നമ്മുടെ കയ്യിലുള്ള 2 വേരിയബിൾസ് അതിന്റെ ഡയറക്ഷൻ അത് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത് മാത്രമാണ് നമുക്ക് കോറിലേഷൻ വഴി അറിയാൻ പറ്റുക. കോസേഷൻ അറിയണമെങ്കിൽ നമ്മൾ കൂടുതൽ എന്താണ് റിഗ്രഷൻ അനാലിസിസ് ആണ് ഉപയോഗിക്കാറുള്ളത്. ഇതിന് എന്തുകൊണ്ട് കോറിലേഷൻ കോസേഷനെ കാണിക്കൂല എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ബിക്കോസ് 2 വേരിയബിൾസ് ആർ കോറിലേറ്റഡ്. 2 വേരിയബിൾ കോറിലേറ്റഡ് ആണ് എന്ന് പറയുന്ന ഒരിക്കലും എന്തല്ല ഒരു വേരിയബിൾ മറ്റൊന്നിന് കാരണമാകും എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. There could be other underlying factors or coincidental relationships at play. അതാണ് ആ ഒരു ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്കുള്ളത് നേരത്തെ പോലെ തന്നെ 2 സ്റ്റേറ്റ്മെന്റുകളാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇത് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡൽ വിത്ത് ആൻ ഇന്റർസെപ്റ്റ്. ദ റിഗ്രഷൻ സ്ലോപ്പ് when multiplied by the explanatory variable x will give the predicted y എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇൻ ദ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡൽ the regression slope indicate by how many unit y increases given a 1 unit increase in x എന്നുള്ളതാണ്. അപ്പം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഒരു സിമ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡലില് ഒരു ഇന്റർസെപ്റ്റും സ്ലോപ്പ് ടേം ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഇന്റർസെപ്റ്റ് ഒരു റിഗ്രഷൻ മോഡലില് സ്ലോപ്പ് മൾട്ടിപ്ലൈഡ് ബൈ അഥവാ ബീറ്റ2 മൾട്ടിപ്ലൈഡ് ബൈ എക്സ്പ്ലനേറ്ററി വേരിയബിൾ എക്സ്. അപ്പൊ ബീറ്റ2 ഇൻറ്റു എക്സ് എന്നുള്ളത് നമുക്ക് y എന്ന വാല്യൂ കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ അതൊരു തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഒരു ഇന്റർസെപ്റ്റും കൂടെ ഉണ്ടെങ്കിൽ ഇന്റർസെപ്റ്റ് പ്ലസ് സ്ലോപ്പ് ഇൻറ്റു എക്സ്പ്ലനേറ്ററി വേരിയബിൾ ആണെന്ത് നമുക്ക് വൈയുടെ വാല്യൂ യഥാർത്ഥത്തിൽ കിട്ടുക. അപ്പം സ്റ്റേറ്റ്മെന്റ് 1 ഒരു ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റ് 2 നോക്കാം. In the simple linear regression model, the regression slopes indicate by how many unit y increases given a 1 unit increase in x. അതൊരു ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്ലോപ്പിന്റെ മീനിങ് എന്ന് പറഞ്ഞത് തന്നെ അതാണ്. കാരണം എന്താ വെച്ചാൽ എക്സ് ഒരു പോയിന്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് വൈയിൽ എത്രമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മളുടെ സ്ലോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിലെ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ 4 ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ഇൻകറക്റ്റും സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് എന്നുള്ളതാണ്. ഇതാ അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് ഫോൾസ് ആവുന്നു എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ വൈന്റെ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇന്റർസെപ്റ്റും കൂടെ അതിൽ ആഡ് ചെയ്യണം. അതുപോലെ സ്ലോപ്പ് ഈസ് എൻ എസ്റ്റിമേറ്റ് ഓഫ് ഹൗ മച്ച് ഡിപെൻഡന്റ് വേരിയബിൾ ചേഞ്ചസ് പെർ യൂണിറ്റ് ചേഞ്ച് ഇൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നുള്ളതാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു ചെറിയൊരു എക്സസൈസ് നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. അപ്പം ഇതിൽ നമ്മളുടെ ക്വസ്റ്റ്യൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. സപ്പോസ് ദാറ്റ് ഫോർ എ റാൻഡം സാമ്പിൾ of size 10, the value of covariance between 2 variables x and y is 100 and the sample deviation of x and y are 5 and 20 respectively. What is the value of regression coefficient in regression of y on x? ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അഥവാ ഇവിടെ നമുക്ക് നമ്മളുടെ സാമ്പിൾ സൈസ് പറയുന്നുണ്ട് 10 ആണ് നമ്മളുടെ സാമ്പിൾ സൈസ്. അതുപോലെ ഈ ഒരു
എക്സിന്റെയും വൈന്റെയും കോവേരിയൻസ് പറയുന്നത് 100 ആണ്. അതുപോലെ എക്സിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 5 ആണ്. അതുപോലെ വൈയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 20 ആണ്. ഇത്തരം ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിക്കുന്നത് ഇതിന്റെ റിഗ്രഷൻ കോയിഫിഷ്യന്റ്, വൈ ഓൺ എക്സിന്റെ റിഗ്രഷൻ കോയിഫിഷ്യന്റ് എത്രയാണ് എന്നുള്ളതാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഒരു ഫോർമുല എന്ന് പറയുന്നത് കോവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് എക്സ് എന്നുള്ളതാണ്. അപ്പം ഇതിലെ കോവേരിയൻസ് ഓഫ് എക്സ് വൈ നമുക്ക് ആദ്യമേ തന്നിട്ടുണ്ട് 100 ആണ്, ക്വസ്റ്റ്യനിൽ തന്നെ തന്നതാണ്. പിന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇല്ലാത്തൊരു സാധനമാണ് എന്ത്, വേരിയൻസ് ഓഫ് എക്സ് എന്നുള്ളത്. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനിൽ മറ്റൊരു സാധനം ഉണ്ട്, എന്ത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് തന്നാല് അതിന്റെ സ്ക്വയർ റൂട്ട് ആണ് എന്ത്, വേരിയൻസ് ഓഫ് എക്സ് ആയിട്ട് വരിക. അപ്പം 5 ആണെന്ത് നമ്മളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പൊ വേരിയൻസ് എത്ര ആവും, 5 സ്ക്വയർ അഥവാ 25 എന്നാവും. സോ കോവേരിയൻസ് ഓഫ് എക്സ് വൈ 100 ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് എക്സ് 25. സോ നമ്മളുടെ ബീറ്റ അല്ലെങ്കിൽ ആ ഒരു കോയിഫിഷ്യന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 100 ഡിവൈഡഡ് ബൈ 24 അഥവാ 4 എന്നുള്ളതാണ് എന്ത് ആൻസർ ആയിട്ട് വരിക. 4 എന്ന് പറയുന്നത് നമ്മളുടെ ഓപ്ഷൻ 1 ആയിരുന്നു. സോ ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത് the fiscal deficit, revenue deficit and interest payment of a country are 53,344 ഫിസിക്കൽ ഡെഫിസിറ്റ്. അതുപോലെ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 34,355. അതുപോലെ ഇൻട്രസ്റ്റ് പേയ്മെന്റ് എന്ന് പറയുന്നത് 10,144 crores എന്നുള്ളതാണ് നമ്മളുടെ ഫിസിക്കൽ ഡെഫിസിറ്റും അതുപോലെ റവന്യൂ ഡെഫിസിറ്റും ഇൻട്രസ്റ്റ് പേയ്മെന്റും. ഇത്തരം ഡീറ്റെയിൽസ് തന്നിട്ട് നമ്മൾ ചോദിക്കുന്നത് വാട്ട് ഇസ് ദ പ്രൈമറി ഡെഫിസിറ്റ് എന്നുള്ളതാണ്. ഇപ്പൊ പ്രൈമറി ഡെഫിസിറ്റ് എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് നോക്കാം. പ്രൈമറി ഡെഫിസിറ്റിന്റെ ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ടോട്ടൽ ബഡ്ജറ്റ് ഡെഫിസിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് എന്നുള്ളതാണ്. ടോട്ടൽ ബഡ്ജറ്റ് ഡെഫിസിറ്റോട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ എന്നുള്ളതാണ്. അത് തന്നെയാണ് ഫിസിക്കൽ ഡെഫിസിറ്റും ഇവിടെ മീൻ ചെയ്യുന്നത്. സോ ടോട്ടൽ ബഡ്ജറ്റ് ഡെഫിസിറ്റിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിസിക്കൽ ഡെഫിസിറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇതിലുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഫിസിക്കൽ ഡെഫിസിറ്റ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നത് 53,344 എന്നുള്ളതാണ്. അതുപോലെ ഇൻട്രസ്റ്റ് പേയ്മെന്റ് തന്നിട്ടുള്ളത് 10,144 എന്നുള്ളതാണ്. അപ്പം ഈ ഒരു രണ്ട് വാല്യൂസ് നമ്മളുടെ ഈ ഒരു ഫോർമുലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 43,200 എന്നുള്ളതാണ്. അതായിരുന്നു നമ്മളുടെ ഓപ്ഷൻ 1. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്. ഇനി ഇവിടെ നമ്മളുടെ യൂട്ടിലിറ്റി ഫംഗ്ഷനും തന്നിട്ടുണ്ട്, അതിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള MRS ഫംഗ്ഷനും തന്നിട്ടുണ്ട്. അപ്പം മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ക്വസ്റ്റ്യന്. ഇത് മാച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. ഇവിടെ അതിലെ ഒരു ഓപ്ഷന്റെ മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഡെറിവേഷൻസ് മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അഥവാ MRS നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു യൂട്ടിലിറ്റി ഫംഗ്ഷൻ x1ന്റെയും x2ന്റെയും MRS കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു x1 ആൻഡ് x2 ആണ് ചെയ്യേണ്ടത്. ഇവിടെ യൂട്ടിലിറ്റി ഫംഗ്ഷന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് x1ഉം x2ഉം വെച്ചിട്ടുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടെത്തുക. അത് കണ്ടെത്തി കഴിഞ്ഞാൽ ദ റേഷ്യോ ഓഫ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് എ നെഗറ്റീവ് സൈൻ എന്നുള്ളതാണ് MRS കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഫോർമുല. അങ്ങനെ MRS കണ്ടെത്തി ഒരു ഓപ്ഷനുള്ള മാത്രമാണ് ഇവിടെ MRS കണ്ടെത്തിയിട്ടുള്ളത്. ഇവിടെ ആ ഒരു ഓപ്ഷനിൽ അല്ലെങ്കിൽ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ 3 വരുന്ന സമയത്ത് നമ്മളുടെ C x1 a² ഇൻറ്റു x2 a² എന്നുള്ളതിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള MRS ഫംഗ്ഷൻ വരുന്നത് മൈനസ് ax2 ഡിവൈഡഡ് ബൈ bx1 എന്നുള്ളതാണ്. അതിന്റെ ഡെറിവേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഒരു ഡെറിവേഷൻ ഈക്വലന്റ് ആയിട്ട് വേണം മറ്റ് ഡെറിവേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
ഒരുപാട് ഫണ്ടമെന്റൽ ആയിട്ട് അല്ലെങ്കിൽ അത്യാവശ്യം ക്ലാസിക് ആയിട്ടുള്ള എക്കണോമിക്സിലെ കുറച്ച് ബുക്സ് തന്നിട്ടുണ്ട്. ആ ബുക്സിന്റെ ക്രോണോളജിക്കൽ ഓർഡർ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം പല ആൾക്കാർക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ഇച്ചിരി കൂടെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഓപ്ഷൻ തന്നിട്ടുള്ളത് തിയറീസ് ഓഫ് സർപ്ലസ് വാല്യൂ, പിന്നെ അതുപോലെ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി, അതുപോലെ ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി ആൻഡ് ടാക്സേഷൻ, അതുപോലെ ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ. ഇതിലെ വെൽത്ത് ഓഫ് നേഷൻ പലർക്കും അറിയുന്നതാവും. ആഡം സ്മിത്തിന്റെ ബുക്കാണ്. 1776 പബ്ലിഷ് ആയിട്ടുള്ള ബുക്കാണ്. ഈ ഒരു ബുക്കാണ് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ഈ ലിസ്റ്റിലെ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് പബ്ലിഷ് ആയ ബുക്ക് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി വരുന്ന ഒറ്റ ഒരു ഓപ്ഷൻ മാത്രമേ നമുക്കുള്ളൂ, അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. സോ അത് ഓരോ ബുക്കും ഏത് വർഷത്തിലാണ് പബ്ലിഷ് ചെയ്യപ്പെട്ടത് എന്നുള്ളത് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ വെൽത്ത് ഓഫ് നേഷൻ 1776 പബ്ലിഷ് ചെയ്യപ്പെട്ടത്. ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി ആൻഡ് ടാക്സാക്ഷൻ എന്ന് പറയുന്നത് ഡേവിഡ് റിക്കാർഡോന്റെ ബുക്കാണ്. ആ ബുക്ക് പബ്ലിഷ് ചെയ്യപ്പെട്ടത് 1817 മൂന്നാമതായിട്ടുള്ള ബുക്ക് തിയറീസ് ഓഫ് സർപ്ലസ് വാല്യൂ, കാൾ മാർക്സിന്റെ ബുക്കാണ്. ആ ബുക്ക് പബ്ലിഷ് അതിന്റെ ഫസ്റ്റ് വോളിയം പബ്ലിഷ് ആയത് 1905. പിന്നെ അവസാനമായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ ലിസ്റ്റിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയി പബ്ലിഷ് ചെയ്യപ്പെട്ട ബുക്ക് എന്ന് പറയുന്നത് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി, JM കെയ്ൻസിന്റെ ബുക്കാണ്. 1936 ആ ബുക്ക് പബ്ലിഷ് ആയത്. ഇതുപോലെ തന്നെ ക്രോണോളജിക്കൽ ഓർഡർ വെച്ചിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യനില് പല ഇന്ത്യയുടെ ചരിത്രത്തിൽ നടന്നതായിട്ടുള്ള പല ഇവന്റ്സുകൾ ആണ് തന്നിട്ടുള്ളത്. പല നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്, അതുപോലെ RBI എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ്, അതുപോലെ MNREGA ലോഞ്ച് ചെയ്തത് ഏത് ഇയറിലാണ്, അതുപോലെ സെക്കൻഡ് 5 ഇയർ പ്ലാൻ ഏത് സമയത്തായിരുന്നു, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സെബി ഏത് സമയത്തായിരുന്നു എന്നുള്ളതൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിന്റെ ഒക്കെ ഒരു ഓർഡർ നോക്കുന്ന സമയത്ത് ജസ്റ്റ് ഇതില് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഒരു ക്വസ്റ്റ്യന്. മിക്ക ആളുകൾക്കും മേ ബി അറിയുന്നതാവാം. ഈ ഒരു ലിസ്റ്റിൽ RBI എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പഴയ ഒരു ഇവന്റ് ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പം RBI എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓപ്ഷൻ ബി നമ്മളുടെ ഫസ്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ 2 മാത്രമാണ്. അപ്പം ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആവാനുള്ള സാധ്യതയുള്ളത്. അതുപോലെ നിങ്ങൾക്ക് എല്ലാ സാധനവും അറിയണമെന്നില്ല. ഈ ഒരു ഇത്തരത്തിലെ ക്രോണോളജിക്കൽ ഓർഡറുകൾ അല്ലെങ്കിൽ മാച്ച്, അതുപോലെ ഒരു മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് എല്ലാം അറിയണമെന്നില്ല. അറിയുന്നത് വെച്ചിട്ട് എന്ത് ചെയ്യാം, പരമാവധി ആ ഒരു ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. സോ ഇതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ്, അതിന്റെ എക്സ്പ്ലനേഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. RBI എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത് 1935. അതുപോലെ പിന്നെ വരുന്ന ഒരു അടുത്തൊരു ഇവന്റ് എന്ന് പറയുന്നത് സെക്കൻഡ് 5 ഇയർ പ്ലാൻ ആണ്. സെക്കൻഡ് 5 ഇയർ പ്ലാൻ 1956 ടു 1961 വരെ ആയിരുന്നു സെക്കൻഡ് 5 ഇയർ പ്ലാൻ ഉണ്ടായിട്ടുള്ളത്. പിന്നെ വരുന്ന ഒരു ഇവന്റ് എന്ന് പറയുന്നത് നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ് എന്നുള്ളതാണ്. 1969 ആണ് ഫസ്റ്റ് ഫേസ് ഓഫ് നാഷണലൈസേഷൻ ഓഫ് ബാങ്ക് നടന്നിട്ടുള്ളത്. സെക്കൻഡ് ഫേസ് നടന്നിട്ടുള്ളത് 1980 പിന്നെ സെബി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത് 1992 അതുപോലെ MNREGA ആണെന്ത്, ആ ഒരു ആക്ട് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു ലിസ്റ്റിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു ഇവന്റ് എന്ന് പറയുന്നത്. അത് 2006. സോ അപ്പം ഓപ്ഷൻ 2 ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി നമുക്ക് തന്നിട്ടുള്ളത് ഒരു അസേഷനും റീസണും ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളുടെ അസേഷൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഫോർ എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ x plus ax equal to b, for a is not equal to 0, fx of x equal to b minus ax, and the equilibrium is at x is equal to b divided by a. This equilibrium is stable for a more than 0. അതിന്റെ റീസൺ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ളത് the equilibrium is obtained for a equal x equal to b minus ax is equal to 0,
or x equal to b minus a. Stability is obtained when f first order of x is less than 0, and here f of x equal to minus a, and so the equilibrium is stable if a is equal to more than 0 എന്നുള്ളതാണ്. അപ്പം ഇതിലെ എന്താണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നുള്ളത് നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. ഓപ്ഷൻ 2 പറയുന്നത് രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്, പക്ഷെ ഒന്ന് മറ്റൊന്നിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു ആൻസർ വരുന്നത് നമുക്ക് നോക്കാം. അസേഷ്യനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സ്റ്റേബിൾ ഈ ഒരു ഇക്വേഷൻ സ്റ്റേബിൾ ആവുന്നത് എ മോർ ദാൻ 0 ആവുന്ന സമയത്താണ് എന്നുള്ളതാണ് എന്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. രണ്ടാമത് അതിന് റീസൺ ആയിട്ട് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ഇക്വിലിബ്രിയം ഈസ് ഒബ്റ്റെയിൻഡ് വെൻ എക്സ് ഈക്വൽ ടു ബി മൈനസ് എ ഈക്വൽ ടു 0, and it suggests that stability is obtained when f of x is less than 0 and where f of x is equal to minus a. Then it conclude that the equilibrium is stable if a more than 0. ബേസിക്കലി രണ്ട് സ്റ്റേറ്റ്മെന്റിലും പറയുന്നത് ഒരേ കാര്യം തന്നെയാണ്. അപ്പം രണ്ട് സ്റ്റേറ്റ്മെന്റിലും പറയുന്ന കാര്യം ട്രൂ ആയിട്ടുള്ള കാര്യമാണ്. കാരണം രണ്ടിലും സ്റ്റെബിലിറ്റി എപ്പോഴാണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സ്റ്റേബിൾ ആവുക എന്നുള്ള അതാണ് രണ്ട് സ്റ്റേറ്റ്മെന്റിലും പറയുന്നത്. രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്, പക്ഷെ രണ്ടിലും പറയുന്ന കാര്യം ഒന്ന് തന്നെയാണ്. ഫസ്റ്റത്തെ അസേഷന്റെ റീസൺ ആവുന്നില്ല രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് കൊണ്ട് തന്നെ എന്താണ് ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അഥവാ ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നുള്ളതാണ് എന്ത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇനി ഇവിടെ ഒരു ഇന്റഗ്രേഷൻ ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. ഈ ഒരു ഇന്റഗ്രേഷൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ അതിന്റെ ചെറിയൊരു എക്സസൈസ് ഇവിടെ തന്നിട്ടുണ്ട്. മേ ബി ഈ ഒരു നിങ്ങൾ സ്വയം പോയി ചെയ്ത് നോക്കുക. കാരണം ഈ ഒരു എക്സസൈസ് ഇവിടെ അതിന്റെ എല്ലാ സ്റ്റെപ്പുകളും നമുക്ക് ഇവിടെ പറയാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. സോ ഇവിടെ ചെറിയ അതിന്റെ ഒരു ഗ്ലിംസ് തരാം എങ്ങനെയാണ് ഈ ഒരു ആൻസറിലേക്ക് എത്തിയത് എന്നുള്ളത്. ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. ഓപ്ഷൻ 2 എന്ന് പറയുന്നത് x raised to 5 divided by 5 plus x raised to 3 divided by 3 plus c എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. സോ അതിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു ധാരണ ഈ ഒരു സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഈ ഒരു എക്സ്പൊണന്റ് ഓഫ് എക്സ് ഇൻ എക്സ് എന്നുള്ളത് ഈ ഒരു ഇക്വേഷന്റെ ഇന്റഗ്രേഷൻ ആയിരുന്നു നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലെ ഈ ഒരു എക്സ്പ്രഷന്റെ ഈ ഒരു ഇന്റഗ്രലിന്റെ അകത്തുള്ള ബാക്കി എക്സിനെ എല്ലാം പുറത്തെടുക്കുക എന്നുള്ളതാണ്. സോ എക്സ് റൈസ് ടു 8 ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു 4 മൈനസ് എക്സ് റൈസ് ടു 4 ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു 2 എന്നുള്ളതാണ്. ദെൻ അതിലെ കോമൺ എലമെന്റ്സിനെ പുറത്തേക്ക് എടുക്കുന്നു. ആൻഡ് കോമൺ എലമെന്റിനെ പുറത്തേക്ക് എടുത്തിട്ട് ആ ഒരു ഇക്വേഷനെ ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് പരമാവധി ഇതിലെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന എക്സ്പ്രഷൻസ് എല്ലാം ഒഴിവാക്കിയിട്ട് അവസാനം നമുക്ക് വരുന്നതാണ് എന്ത് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 എന്നുള്ള ഈ ഒരു ഇക്വേഷൻ. ഇതിലേക്കാണ് എന്ത് ഈ ഒരു ഇക്വേഷനെയാണ് നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യേണ്ടത്. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ ആണെന്ത് എക്സ് റൈസ് ടു 5 ഡിവൈഡഡ് ബൈ 5 പ്ലസ് എക്സ് റൈസ് ടു 3 ഡിവൈഡഡ് ബൈ 3 പ്ലസ് സി എന്നുള്ളത്. സോ ഓപ്ഷൻ 2 ആണ് ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ.